ഷെബിൻ വർക്കി, ഈ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഏറ്റവും രാഷ്ട്രീയമായി വലിയൊരു ചോദ്യം ഉയർത്തിയത് ശ്രീ രാജു എബ്രഹാമാണ്. അദ്ദേഹം ചോദിച്ചത് എന്ത് മുന്നറിയിപ്പാണ് നൽകിയത്, അല്ലെങ്കിൽ ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ്, ഇപ്പോഴുണ്ടായ എല്ലാ പ്രതിസന്ധിയും മനുഷ്യനിർമ്മിതമാണ് എന്നൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. സർക്കാർ ഈ ദുരന്തത്തിൽ ഈ ദുരന്ത ബാധിതർക്കൊപ്പമില്ല എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന CPM സെക്രട്ടേറിയറ്റും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതിനു പിന്നാലെ ഇറക്കുകയും ചെയ്തു. ദുരന്തത്തിൽ സർക്കാർ ഈ ദുരന്ത ബാധിതർക്ക് ഇത് അനുഭവിക്കുന്ന സാധാരണക്കാർക്കൊപ്പമില്ലേ? ഒന്നാമത്തെ കാര്യം, ഈ ദുരന്ത സമയത്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ പറയാൻ ഞാനില്ല എന്നുള്ളത് ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതൊരു വലിയ ദുരന്തമാണ്. ഇത് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഫ്ലാഷ് ഫ്ലഡ് മൂലമുണ്ടായ ഒരു ദുരിതമാണ്. ഈ ദുരിതം എങ്ങനെ പരമാവധി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തീർക്കാൻ പറ്റും എന്നുള്ള ഒറ്റ വിചാരം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതല്ലാതെ അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം പറയാൻ ഞാനില്ല. രണ്ട്, ഈ രാഷ്ട്രീയം പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ മുതൽ, ഇപ്പോൾ എനിക്ക് ആറന്മുളയിലെ കാര്യം ഞാൻ പറയാൻ സാധിക്കും. ഞാൻ ഇന്നലെ രാവിലെ 6:30 മുതൽ ഞാൻ ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാ പൊതുപ്രവർത്തകരുമുണ്ട്. ഈ നാട്ടിലെ കോൺഗ്രസും CPM-ഉം BJP-യും മതമുള്ളവരും മതമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും ഒക്കെ ഈ ദുരന്തത്തെ എങ്ങനെ നേരിടാം, എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വലിയ ഒരു ഫ്ലഡഡ് സിറ്റുവേഷനാണ് ഇന്നലെയും ഇന്നുമായി ആറന്മുള നേരിടുന്നത്. കാരണം റാന്നിയിലെ വെള്ളം ഒഴുകി വരുമ്പോഴാണ് ആറന്മുളയിൽ വെള്ളം കൂടുന്നത്. അതുകൊണ്ട് ആറന്മുള ഇപ്പോൾ ഒരു ഫ്ലഡഡ് സിറ്റുവേഷനിലാണ്. ഞങ്ങളെ പരമാവധി റെസ്ക്യൂ ചെയ്യാനാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. ആ റെസ്ക്യൂ ചെയ്യുന്നവരെ പരമാവധി ക്യാമ്പുകളിൽ എത്തിച്ച് ആ ക്യാമ്പുകളിൽ പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ, ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം എന്ന് പറഞ്ഞ മനുഷ്യനിർമ്മിത ദുരന്തമൊക്കെ, അതൊക്കെ ഒരു കോടതിയുടെ പരാമർശമായിരുന്നു. ഈ മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊക്കെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കമ്മീഷനെ വെച്ച് ഒരു പ്രളയത്തെപ്പറ്റി പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പരാമർശമൊക്കെ ആ ബുക്കിലുണ്ടായിരുന്നത്. അതെന്തായിരുന്നു മനുഷ്യനിർമ്മിത ദുരന്തമെന്നും 483 പേർ മരണപ്പെട്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഈ കേരളത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിയ മറ്റൊരു കാര്യം, ഇപ്പോൾ എന്ത് മുന്നറിയിപ്പാണ് കൊടുത്തത് എന്നുള്ളത്. ഇപ്പോൾ മുന്നറിയിപ്പുകൾ കൃത്യമായി കൊടുത്തിരുന്നു. 2 ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു. അതൊക്കെ വളരെ കൃത്യമായി ഇപ്പോൾ ഇന്ന് ശ്രീ PC വിഷ്ണുനാഥ് വിശദീകരിച്ചത് നമ്മൾ കണ്ടതാണ്. 2, ഇന്ന് CPM ഉയർത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു വാദഗതി. ഒന്ന്, എന്നെപ്പറ്റി തന്നെ ഞാൻ പറഞ്ഞത് എന്തോ മോശമാണെന്നുള്ള രീതിയിൽ, ഞാനെന്തോ സർക്കാരിനെതിരെ പരാതി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ CPM-കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ ഒരു തരത്തിലും പരാതി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, ഞാൻ ആകെ പറഞ്ഞത് ഈ ദുരന്തം ആദ്യം ഉണ്ടായത് റാന്നിയിലാണ്. റാന്നിയിൽ ഉണ്ടാകുമ്പോൾ ഈ ജില്ലയിലെ മുഴുവൻ എക്യുപ്ഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റാന്നിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ആറന്മുളയിലേക്ക് ഈ വെള്ളം ഒഴുകി വന്നപ്പോഴേക്കും കൊല്ലത്ത് നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള അഡീഷണൽ NDRF സംഘങ്ങളാണ് ഇവിടെ ആദ്യഘട്ടത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തിയത്. പിന്നീട് വെള്ളം അതിശക്തമായി വന്നപ്പോൾ റാന്നിയിലെ വെള്ളം ഏകദേശം കുറഞ്ഞു വരുമ്പോൾ ഞാൻ അന്നേരം ആവശ്യപ്പെട്ടതാണ് ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ കുറച്ച് ശ്രദ്ധ ആറന്മുളയിൽ കൂടുതൽ ചെലുത്തണം. കാരണം ഇനി വരാൻ പോകുന്നത് ആറന്മുളയിലെ പ്രളയമാണ്. അതുമാത്രമല്ല, റാന്നിയിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്. ആറന്മുളയിൽ വന്നാൽ ഒരു 2 ദിവസമെങ്കിലും എടുക്കും അത് പുറത്തേട്ട് ഒഴുകി പോകാൻ. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഇവിടെ വേണമെന്നാണ് പറഞ്ഞത്. ഞാനീ പറഞ്ഞ കാര്യത്തെ വഴിതെറ്റിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മയെപ്പറ്റിയും റവന്യൂ വകുപ്പിനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ CPM-കാർ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത് ഞാനത് കണ്ടുമില്ല. രാവിലെ പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ് വാർത്ത കാണുന്നത്. ആ വാർത്ത കാണുമ്പോഴാണ് ഇതൊക്കെ കണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാനിന്ന് ശ്രദ്ധിച്ചത്, ഏതൊക്കെയോ ക്യാമ്പുകളിൽ ചെന്ന്, പിന്നെ പ്രധാനമായിട്ടും CPM-ൻ്റെ സൈബർ അണികൾ കൊടുത്തുവിട്ട ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കോഴഞ്ചേരിയിലെ ഒരു ക്യാമ്പിൽ ഒരു പ്രായമായ സ്ത്രീ അവർ പറയുകയാണ്, ഈ ക്യാമ്പിൽ യാതൊന്നും കിട്ടുന്നില്ല, ഈ സർക്കാർ വന്നിട്ട് എന്താണ് കാര്യം, ഇതിലും ഭേദം കഴിഞ്ഞ സർക്കാരായിരുന്നു, പിണറായി വിജയൻ ഡീസൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രായമായ സ്ത്രീയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ കോഴഞ്ചേരിയിലെ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ മറ്റൊരു പ്രസ്താവന അതേ സ്ത്രീയുടെ കാണുന്നത്. അതേ സ്ത്രീ പറയുന്നത്, എന്നോട് അടുത്ത് നിന്ന ഒരു മോൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അത് കോഴഞ്ചേരിയിലെ ഒരു പ്രാദേശിക CPIM നേതാവാണ്.
ആ നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ക്യാമ്പ് വളരെ മോശമാണെന്നും ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ല എന്നും കഴിഞ്ഞ സർക്കാരാണ് നല്ലതെന്നും ഒക്കെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് എങ്ങനെയാണ് ഒരാൾക്ക് രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ക്യാമ്പുകളിലും എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് തോട്ടപ്പുഴശ്ശേരിയിലെ ഒരു ക്യാമ്പിൽ നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മളുടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, നമ്മളൊരു പ്രളയത്തെ നേരിടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു സാമാന്യമായ രാഷ്ട്രീയ മര്യാദയൊക്കെ ഈ കാര്യത്തിലുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, രാഷ്ട്രീയം കളിച്ചോളൂ, അതിനൊക്കെ മറുപടി പറയാനും എല്ലാം പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയമായി മറുപടി പറയാൻ പറ്റുന്ന ഒരു സമയമല്ല. ഇപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് എത്രമാത്രം അഗ്രസീവായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇങ്ങനെയായിരുന്നു പ്രതികരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണമേ പറ്റുള്ളൂ. കാരണം ഇന്ന് രാത്രി കൂടുതൽ മഴയുണ്ടാവാൻ, മിന്നൽ പ്രളയം ഉണ്ടാവാൻ സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം കിടക്കുന്ന വെള്ളത്തിൻ്റെ പുറത്തേട്ട് ഇനിയും വെള്ളം വന്നാൽ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറാവസ്ഥയിലേക്ക് ആറന്മുള പോകും. ഇപ്പം ഞാൻ ആ സാഹചര്യത്തെയൊക്കെ വളരെ പേടിയോടുകൂടി ആശങ്കയോടുകൂടി കാണുകയാണ്. അതിനെന്ത് സാഹചര്യമാണ് ഇവിടെ ഒരുക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നതിലൊന്നും ഒരു ഔചിത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ്